നമ്മൾ 52-ാമത്തെ പദ്യത്തിലാണ് പറഞ്ഞത്. 51 ഇങ്ങനെയാണ്: ആനപാപികൾ അടൈവന നരകങ്ങൾ അവശ്യമാനാലും ദാനമന്ദിര വിരത ഹോമങ്ങളാൽ തവിരുമെൻപത് പൊയ്യോ. ഇനമാം പലജന്മ സഞ്ചിതവിന് എത്തനയാനാലും ജ്ഞാനമാം കനൽ ചുടുമെന്റെ മറിമൊഴി നമ്പിനാൽ വീടുണ്ട്. അതായത് ഈ പാപികൾ അടയുന്ന നരകങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് ഈ പറയുന്ന കണക്ക് ദാന മന്ത്ര വ്രത ഹോമങ്ങളൊക്കെ ഈ ജ്യോതിഷം വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് അങ്ങനെ പറഞ്ഞിരിക്കെ സ്വാമി പറയുന്നു, ഈ പലജന്മ സഞ്ചിത വിന എത്ര ആയാലും ജ്ഞാനമാം കനൽ ചുടുമെന്റെ മറിമൊഴി നമ്പിനാൽ വീടുണ്ട് എന്ന് പറയും. ഇതിലേതാണ് ശരി എന്നുള്ളത്, അത് മറ്റെന്ത് തെറ്റാണോ എന്നൊക്കെയാണ് ചോദ്യം. ഇനി സ്വാമി അതിന് മറുപടിയായിട്ട് പറഞ്ഞ ഒരു പദ്യമാണിത്. അതായത് ഈ ദാനമന്ത്ര വ്രത ഹോമങ്ങളെ കൊണ്ടെല്ലാം താൽക്കാലികമായിട്ട് ഒരു ശാന്തി ലഭിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ശാശ്വതമായ പരിഹാരമായിട്ട് ശാന്തിയായിട്ട് ഇരിക്കുന്നത് ജ്ഞാനം തന്നെയാണ്. ജ്ഞാനം അടയുക എന്നുള്ളതാണ് ഇതിൽ പരിഹാരമായിട്ടുള്ളത്. അതെങ്ങനെയെന്നുള്ളതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് 21 തലമുറയാണ് ഇതിൽ രക്ഷപ്പെടുന്നത്. അതിൽ ഒരു കുടുംബത്തിലൊരാൾ ജ്ഞാനി ആയിക്കഴിഞ്ഞാൽ അവർ പറയുന്നു 21 തലമുറ, 10 തലമുറ മുൻപും 10 തലമുറ ഇനി ശേഷവും ഉള്ള എല്ലാ ജീവന്മാർക്കും ഊർധഗതിക്കുള്ള ഇത് തുറന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്നിട്ട് പറയുന്നത് അവസാനം ഇതിൽ പറഞ്ഞു, പാപികൾ നരകമടയും എന്നാൽ അതിന് പ്രായശ്ചിത്തമുണ്ട്. അവകൾ അനുഷ്ഠിച്ചാൽ പാപം നശിക്കുകയും ചെയ്യും എന്ന് അനുഭവത്തിലും പുരാണങ്ങളിലും കണ്ടിരിക്കുന്നു. അതുപോലെ ജ്ഞാനാഗ്നിയാൽ സഞ്ചിത കർമ്മങ്ങൾ എരിഞ്ഞു പോകുമെന്ന ജ്ഞാനകാണ്ഡത്തിലെ ഈശ്വര സങ്കല്പമായ സിദ്ധാന്തപക്ഷത്തെ വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ നിശ്ചയമായി അമൃതത്വം പ്രാപിക്കും എന്നാണ് ഇതിൽ ഒരു ഖണ്ഡികയായിട്ട് സ്വാമി എഴുതി ചേർത്തിരിക്കുന്നത്. അത് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം 2-3 ക്ലാസ്സുകളായിട്ട് ഇത് തന്നെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. 52 പറയണേ: എന്മനം തിരുക്കോയിലാം തിനം കുടിയിലും തരുൾ ഗുരുമൂർത്തി ജന്മസഞ്ചിത വിനകൾ വേററുത്തിടും തേവരിൽ മെയ്ഞ്ഞാനും തന്മയം തരും അകിമയെ വിപുതരാം സമർത്ഥരും അറിയാമൽ കന്മമാം കുഴിയിൽ വീഴ്ന്നഴുകിന്റെ കാരണമൊരുയിലേ. എൻ മനം, എന്റെ ഹൃദയത്തിന് തിരുക്കോയിൽ വസിക്കാൻ യോഗ്യമായ കോവിലാക്കിക്കൊണ്ട് അതിൽ ദിനം കുടിയിരുന്ന ദിവസവും കുടിയിരുന്ന അരുൾമൊഴികളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന അലയോ ഗുരുമൂർത്തി, അവിടുന്ന് അരുൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തത്വജ്ഞാനമായത് ജന്മസഞ്ചിത വിനകൾ, ജനനത്തിന് കാരണമായ സഞ്ചിത കർമ്മങ്ങളുടെ വേരറുത്തിടും മൂലാവിദ്യയെ അരിഞ്ഞു വീഴ്ത്തുന്നതും പരിപൂർണ പരമാനന്ദ പരമശീതളമായ ബ്രഹ്മത്തിൽ അഭേദമായിരിക്കുന്ന മോക്ഷ സാമ്രാജ്യത്തെയും തരുന്നതുമാകുന്നു. മഹിമയെ, ഈ മഹത്വത്തെ വിപുതർ സമർത്ഥരും നല്ല പഠിപ്പുള്ളവരായി ഗുണദോഷങ്ങളെ വേർതിരിച്ചറിയാൻ കഴിവുള്ളവരായ സമർത്ഥന്മാരും അറിയാമൽ അതിനെ മനസ്സിലാക്കാതെ ഉണർന്ന് അതിനെ അടയുന്നതിന് കാരണമായ നിവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കാതെ കർമ്മമായ പടുകുഴിയിൽ വിഴന്ത അഴുകിന്റെ അകപ്പെട്ട് ദുഃഖിക്കുന്നതിനുള്ള കാരണമുരയിലെ കാരണത്തെ അരുൾ ചെയ്യണം. ഇതാണ് ഈ പദ്ധതിയുടെ അർത്ഥം. അത് പറയുന്നത് കാരണം എന്താ വെച്ചാൽ സ്വാമി പറയുന്നത് പരസ്പര വിരുദ്ധങ്ങളായിട്ട് ചിലപ്പോഴൊക്കെ തോന്നിയാലും അതിലെല്ലാം ഇരിക്കുന്ന ആശയത്തെ നമ്മൾ വെളിവാക്കി. കാരണം ഈ കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും ജ്ഞാനകാണ്ഡം, ഈ 3 കാണ്ഡത്രയങ്ങളിൽ കൂടെയാണ് ജീവൻ ഇതിൽ ഉദ്ധരിക്കപ്പെടുന്നത്. അപ്പോൾ കർമ്മകാണ്ഡ ശ്രുതികൾ പറയുന്നത്, ജ്യോതിഷമൊക്കെ കർമ്മകാണ്ഡ ശ്രുതികളുടെ ഒരു ഇതിൽ വരും. പിന്നെ ദോഷത്തിന് ഇന്ന പരിഹാരം. ഇപ്പം പിതൃദോഷ പരിഹാരമായിട്ടാണ് നമ്മൾ പറഞ്ഞ ശ്രാദ്ധാദികൾ എത്തിക്കുന്നത്. അത് മാത്രമല്ല പല കാര്യങ്ങളും അതിൽ പറയും. അങ്ങനെ ദേവതാ പിന്നെ ശാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ജ്യോതിഷത്തിൽ ഉത്സവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചില ബാധകളുണ്ട്.
അതിനെപ്പറ്റി ജ്യോതിഷം നല്ലപോലെ അന്തുകാമൻ ഭോക്തുകാമൻ എന്നൊക്കെ പറഞ്ഞു വരും. ഇതിൽ അന്തുകാമന് ആണ് കാണണമെങ്കിൽ പ്രശ്നം വയ്ക്കപ്പെടുക. ഇവർ പറയും അത് ഒഴിപ്പിക്കാൻ ശ്രമിക്കരുത്, ഒഴിപ്പിച്ച ആളില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ജ്യോത്സ്യന്റെ ദൈവജ്ഞൻ എന്നാണ് വിളിക്കുന്നത്. ദൈവജ്ഞൻ എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ട ആളുകൾ ജ്യോത്സ്യനായി അവർ അതോടുകൂടി നശിക്കും, നാശമാവും. ഇത് മന്ത്രസിദ്ധി വന്ന ഒരാൾക്ക് മാത്രമേ ജ്യോതിഷത്തിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് പറയുന്നത് തെറ്റല്ല, പറഞ്ഞായിട്ടുണ്ടോ? ജ്യോത്സ്യം പറയും, ഒരാൾ പറയുന്നു സ്വാമി എനിക്ക് ഒരു രക്ഷയില്ല, വലിയ വിഷമത്തിലാണ്. ഇയാൾ അങ്ങോട്ട് ഇതൊക്കെ എടുത്ത് കവടിയൊക്കെ എടുത്ത് നോക്കിയിട്ട് പറയും കുഴപ്പമില്ല, എല്ലാം മാറിക്കോളും. തീർച്ചയായിട്ടും മാറും. ഞാനറിയാം, ദൈവജ്ഞനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഭാരതത്തിലെ വലിയൊരു വിശ്വാസവും ഇതുമൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ അങ്ങനെയുള്ള ജ്യോത്സ്യന്മാരില്ല. കാരണം ആർക്കും തന്നെ മന്ത്രസിദ്ധിയില്ല, ഉപാസനകളില്ല. ഒരു വെറുതെ ഈ ചാർട്ട് അനുസരിച്ച് എന്തൊക്കെ കുറെ പറഞ്ഞു വെച്ചിരിക്കുന്നതിനെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതല്ലല്ലോ. ഇവർക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം, ഈ സ്വർണ്ണപ്രശ്നം വെച്ചപ്പോഴത്തേനും ഈ ഗുളികനാണ് അതിൽ പ്രധാനം. ഗുളികൻ കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ ഗുളികൻ വൃശ്ചിക രാശിയിലാണ് നിന്നത്. പക്ഷെ അത് മിഥുനത്തിലെന്നുള്ള കണക്കിൽ ജ്യോത്സ്യ പറയാൻ തുടങ്ങി. പറഞ്ഞപ്പോ പരികർമ്മി അടുത്തിരിക്കുക. അപ്പം മിഥുനത്തിൽ എന്നുള്ള രീതിയിലുള്ള പ്രവചനങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇയാൾ ചൊല്ലേ, ആര് ജ്യോത്സ്യന് ചൊല്ലേ, എന്നാലും ഗുരുവാണ് അദ്ദേഹത്തിന്. എന്താണ് അത്? നിശ്ചയത്തിലല്ല, മിഥുനത്തിലാണ്. എന്തായാലും കാര്യമൊന്നുമില്ല. അവരും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എടുത്താണ് കറക്റ്റ് കാര്യം. അവിടെ ഏത് കണക്കിലാണോ ഇത് വരുന്നത് അതുപോലെ അല്ല അത് അവിടുത്തെ നിമിത്തമായി വന്നു കഴിഞ്ഞു. അത് വെച്ചിട്ടുള്ള ഫലവും പറയാൻ പറ്റും. ഇതൊക്കെ കൊണ്ടാണ് ദൈവജ്ഞൻ എന്ന പേര്. വേറൊരു കാര്യങ്ങൾ പറഞ്ഞു, ഈ ഇവിടുണ്ടല്ലോ ഗ്രഹങ്ങൾ, ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ, ഇവരെല്ലാം ഒരു ജ്യോതിഷൻ, ഒരു ദൈവജ്ഞനായ ജ്യോതിഷൻ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ പോലും ശരിയാക്കില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ സംഭവങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. വെറും കണക്ക് മാത്രമല്ലത്. ചില ആളുകൾ പറയും ഓ കറക്റ്റായിട്ട് അത് ഇങ്ങനെ അതൊന്നുമല്ല. ഇവരുടെ ഒരു ചെറിയ നോട്ടത്തിൽ തന്നെ ഇതെല്ലാം വന്നിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ജ്യോതിഷാദികളെ കൊണ്ട് പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നത് തെറ്റാണോ സ്വാമി എന്നുള്ളതാണ് ചോദ്യം. അതിന് മറുപടിയില്ല. തെറ്റോ ശരിയാന്ന് പറയുന്നതിന് അപ്പുറം സ്വാമി പറഞ്ഞു, ഈ പറയുന്ന ജ്ഞാനകാന്ത ശ്രുതികളെ വിശ്വസിച്ച് പെരുമാറുന്നവർക്ക് വീടുണ്ട് എന്ന് പറഞ്ഞു. ഇരമാം പലജന്മ സജ്ജിതവനെ എത്രയാണാലും ജ്ഞാനമാം കനൽ ചുടുമന്റെ മറൈമൊഴി നമ്പിനാൽ വീടുണ്ട്. ഈ ജ്ഞാനാഗ്നി ഇതിനെ ഭസ്മമാക്കുന്നു എന്ന് പറയുന്നതിന് വിശ്വസിച്ച് നീ പ്രവർത്തിക്കുമെങ്കിൽ നിനക്ക് വീടുണ്ട്, നിനക്ക് മുക്തി ലഭിക്കും. ഇത്രയാണ് പറഞ്ഞു. മറ്റേതിനെ ఖంഡിച്ചില്ല. കാരണം എന്താണ്? ഒരാൾ പതുക്കെ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. പ്രശ്നം ജ്ഞാനത്തിൽ ആർക്കും ആദ്യം പിടി വീഴില്ല. പതുക്കെ മനസ്സ് സംസ്കരിച്ച് ആ ജ്ഞാനത്തിലേക്കുള്ള ആ ബുദ്ധി വിചാരണ ഇതിനെ ആരംഭിക്കുന്നത് തന്നെ എത്രയോ സംസ്കരിച്ച മനസ്സിലാണ്. ആ സംസ്കരണം ഇവിടെ ആദ്യം നടക്കുന്നത് ഈ കർമ്മകാണ്ഡത്തിനും ഉപാസനകാണ്ഡത്തിൽ കൂടെ തന്നെയാണ്. കർമ്മകാണ്ഡം ഇരിക്കുന്ന നിഷ്കാമ കർമ്മം ചെയ്ത് പഴയാണ്. ഉപാസനയെ പറ്റി നമ്മൾ പറഞ്ഞു. ശംഖചക്ര ഗദാധാരിയെ ഭഗവാന് ഹൃദയത്തിൽ അപാത ചൂടം കണ്ട് ഇമവെട്ടാതെ കണ്ടിരിക്കുന്നത് തന്നെ, അതാണ് ഉപാസന. രണ്ടിലും പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സ് ശുദ്ധമാണ്. ശുദ്ധമായ മനസ്സിൽ വിചാരണ ഏർപ്പെടും. ബുദ്ധിവിചാരം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ ഒരു അനുഭൂതിയാണ് അതിൽ വരുന്നത്. ആ അനുഭൂതിയിൽ നിന്ന് ബുദ്ധിവിചാരം ആരംഭിക്കും. അങ്ങനെയാണ് ഇതിൽ പ്രവൃത്തി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്വാമിയുടെ അടുത്ത് ശിഷ്യൻ പറയുന്നത്, എൻ്റെ മനസ്സിനെ അങ്ങക്ക് ഇരിക്കാൻ പറ്റിയ തിരുക്കോവിലാക്കിക്കൊണ്ട് ദിവസവും അങ്ങ് എൻ്റെ ഹൃദയത്തിൽ തന്നെ വസിച്ചോളും എന്ന് പറയുന്നു. എന്നാൽ അടിയനൊരു സംശയം പിന്നെയുണ്ട്. നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ തന്നെ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും സമർത്ഥന്മാരും ഇങ്ങനെയുള്ളവരുമുണ്ട്. ഇവരെല്ലാം പോയി പിന്നെയും ഈ കർമ്മക്കുഴിയിൽ പോയി വീഴുന്നതിൻ്റെ
കാരണം കൂടെ ഒന്ന് പറഞ്ഞു തരണം. സ്വാമി എഴുതിയിരിക്കുന്നതിന്റെ വായിക്കാം. അതായത് പരിപൂർണ പരമാനന്ദ പരമശീതളമായ ബ്രഹ്മത്തിന് അഭേദമായിരിക്കുന്ന മോക്ഷ സാമ്രാജ്യത്തെയും തരുന്നതാകുന്നു. മഹിമയെ ഈ മഹത്വത്തെ വിഭുതരാം സമർത്ഥരും നല്ല പഠിപ്പുള്ളവരായി ഗുണദോഷങ്ങളെ നല്ലതുപോലെ വേർതിരിച്ചറിയാൻ കഴിവുള്ള സമർത്ഥന്മാരും അറിയാമൽ അതിനെ മനസ്സിലാക്കാതെ അതിനെ അടയുന്നതിന് കാരണമായ നിവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കാതെ കർമ്മമായ പടുകുഴിയിൽ വീഴുന്നത് അഴുകിന്റെ ദുഃഖിക്കുന്നതിനുള്ള കാരണം ഒരു ഇത് അരുൾ ചെയ്യണമേ എന്നാണ് പറയണത്. അപ്പോൾ ഉടനെ 53-ാമത്തെ പദ്യത്തിൽ പറയുന്നു, അഴിവിലാ തൽപതം തന്നെ മൈന്ദനെ അകമുഖത്തവർ ചേർവാൻ വഴിനടപ്പവർ പരാമുഖമായിനാൽ മലർന്ന കണ്ണിരുന്നാലും കുഴിയിൽ വീഴ്വാർ കാണപ്പടി വെളിമുഖം കൊണ്ട് കാമികളാനോ പഴുതരും പിറവിക്കടലിൽ അഴുന്തുവാർ പരഗതി അടയാലേ. അഴിവിലാ തൽപതം തന്നെ മൈന്ദനെ അകമുഖത്തവർ ചേർവാർ വഴിനടപ്പർ പരാമുഖമായിനാൽ മലർന്ന കണ്ണിരുന്നാലും കുഴിയിൽ വീഴ്വാർ കാണപ്പടി വെളിമുഖം കൊണ്ട് കാമികളാനോ പഴുതരും പിറവിക്കടലിൽ അഴുന്തുവർ പരഗതി അടയാലേ. അഴിവിലാ തൽപതം തന്നെ നിത്യനിരതിശയ ആനന്ദരൂപമായ ബ്രഹ്മപദത്തിൽ മൈന്ദനെ അല്ലയോ മകനെ അകമുഖത്തവർ ചേർന്ന് ഉള്ളിലും പുറത്തും അന്തർമുഖമുള്ളവർ അടയും. ഉള്ളിലും പുറത്തും അന്തർമുഖമുള്ളവർ അടയും. വഴി നടപ്പവർ വഴിപോക്കൻ പരാമുഖമായിനാൽ വെളിമുഖമാകുകയാണെങ്കിൽ മലർന്ന കണ്ണിരുന്നാലും വികാസമുള്ള കണ്ണുകൾ ഇരുന്നാലും കുഴിയിൽ വീഴുവാർ. എങ്ങനെ കുഴിയിൽ വീഴുമോ അങ്ങനെ വെളിമുഖം കൊണ്ട് കാമികളാണോ ഉള്ളിലും പുറത്തും ബഹിർമുഖമുള്ളവരായി സ്വർഗകാമികളായവർ പഴുതരും പിറവിക്കടൽ അഴുന്തുവാർ. ശ്രുതിശാസ്ത്രങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവരായാലും ദുഃഖമായ ജനനമരണമാകുന്ന സംസാരത്തിൽ മുങ്ങപ്പെടും. പരഗതി അടയാർ, മോക്ഷം അടയുകയില്ല. സാരം നാനാത്വം അല്പവുമില്ല എന്ന ശ്രുതിയാൽ നാനാത്വം വിദ്യയാണെന്ന് വന്നു. ഇതെല്ലാം ആത്മാവാകുന്നു എന്ന ശ്രുതി കൊണ്ട് താനെന്നത് ബാഹ്യാഭ്യന്തര പ്രപഞ്ചത്തെ കാണുന്ന അകമുഖം അവിവേകത്താൽ പ്രപഞ്ചത്തെ സത്യമെന്നും അതിൽ ദേഹാദി ഇന്ദ്രിയങ്ങൾ താനെന്നും പുത്രം ധാരാദികൾ തൻ്റെതെന്നും ഇങ്ങനെ ഭേദമായി കാണുന്നത് ബഹിർമുഖം. ഇപ്രകാരമുള്ള ബഹിർമുഖ പാർവയാൽ നശ്വരമായ സ്വർഗാദികളിൽ ആഗ്രഹമുള്ളവരായി ഇരിക്കവേ കർമ്മ പടുകുഴിയിൽ വീഴുന്നതിന് കാരണമായിരിക്കുന്നു എന്നതാണ്. വഴിപടും ഇതിനെ വിട്ട് മറ്റുള്ള നൂൽകളൊന്നും എന്നും കുഴികളിൽ പുരണ്ട ജ്ഞാന ഗുണത്തിനാൽ പിറപ്പോർക്കെല്ലാം ഒരുവർ ചെയ്ത കരുത്തൻ്റായി താനേയുണ്ടാം കഴുതലിൽ പരമ ഇൻപം കർപ്പകങ്ങളാലും കൂടാ. ഇത് വാസിഷ്ഠത്തിൽ നിന്ന് കോട്ട് ചെയ്തത്. ഇതാണ് നല്ലപോലെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താണ് ബഹിർമുഖം? ഉള്ളിലും പുറത്തും ബഹിർമുഖം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? ഇവരാണ് സ്വർഗകാമികൾ. അല്ലയോ മകനെ, ഉള്ളിലും പുറത്തും അന്തർമുഖമുള്ളവർ അടയും. വഴി നടപ്പവർ ആരാണ് ഇത് അടയുന്നത്? ഈ മോക്ഷം അടയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഉള്ളിലും പുറത്തും അന്തർമുഖമുള്ളവരാണ്. അപ്പൊ ഉള്ളിലും പുറത്തും എന്ന് പറയുന്നത് വേറൊന്നുമില്ല, സ്ഥൂലവും സൂക്ഷ്മവും. സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും. സൂക്ഷ്മം എന്ന് പറയുന്ന ആ മനോവിചാരങ്ങൾ, സ്ഥൂലം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥൂലനില. ഇത് രണ്ടിടത്തും അവർക്ക് എപ്പോഴും അന്തർമുഖമായിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയുന്നു, സ്വാമി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആ മരത്തെ കാണുമ്പോൾ ആ മരത്തെ വിട്ടിട്ട് കാണുന്നവനിലേക്ക് ശ്രദ്ധ പോകും. ഒരു പദാർത്ഥത്തെ കാണുമ്പോൾ ഇത് ആരാണ് കാണുന്നത് എന്നുള്ളത് നിലയിലേക്ക് അതിന്റെ ശ്രദ്ധ പോകും. അപ്പം അന്തർമുഖമായി. അപ്പൊ പുറത്തുള്ള അന്തർമുഖം അതായി. അകത്തും പുറത്തും ഒരുപോലെ അന്തർമുഖം വരുന്നവർക്ക് മാത്രമേ മോക്ഷ വീടിന് അധികാരമുള്ളൂ.
സ്വാമി ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. വഴി നടപ്പവർ, വഴിപോക്കർ പരാമുഖമായിനാൽ വെളിമുഖമാകുകയാണെങ്കിൽ മലർന്ന കണ്ണിരുന്നാൽ വികാസമുള്ള കണ്ണുകൾ തുറന്നു വെച്ചിരുന്നാലും കുഴിയിൽ വീഴുക. നമുക്കറിയാം, അത് എവിടെ ആലോചിച്ചോണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന കുഴിയിൽ ചെന്ന് വീഴും അല്ലേ. പക്ഷെ കണ്ണു തുറന്നേ ഇരിക്കണം. പക്ഷെ അതിനകത്ത് കുഴിയാണെന്നും അതിലേക്ക് വീണ കുഴപ്പമുണ്ടെന്നും ഒക്കെ അറിയുന്ന ആ വിചാരം അതിലില്ലല്ലോ. വെറും കണ്ണല്ലല്ലോ ഇത് നിശ്ചയിച്ചത്. കണ്ണിത് വെറുതെ കാണിക്കുന്ന കാര്യങ്ങളല്ലാതെ ഇതിനകത്ത് കൂടെ ഒരു സാധനം ആണല്ലോ ഇതില് പ്രവർത്തിപ്പിക്കുന്നത്. അതാണ്. അപ്പൊ അവര് പറയുന്നത് കുഴിയിൽ വീഴുവാർ അങ്ങനെ വെളിമുഖം കൊണ്ട് കാമികളാണോ, ഉള്ളിലും പുറത്തും ബഹിർമുഖമുള്ളവരായി സ്വർഗകാമികളായവർ പഴുതരും പിറവിക്കടൽ അഴുന്തുവർ. ശ്രുതിശാസ്ത്രങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവരായാലും ദുഃഖമായ ജനനമരണമാകുന്ന സംസാരത്തിൽ മുങ്ങപ്പെടും. പരഗതി അടയാം, മോക്ഷമടയുകയില്ല, അവർക്ക് മുക്തി ലഭിക്കുകയില്ല. എന്നിട്ട് ഇവിടെ ഒരു കോട്ടിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. നാനാത്വം അല്പവുമില്ല എന്ന് ശ്രുതിയാൽ നാനാത്വം വിദ്യയാണെന്ന് വന്നു. ഇപ്പോ നാനാത്വം എന്ന് പറയുമ്പോൾ സ്വർണം എടുക്കുകയാണെങ്കിൽ അതിൽ മാല, വള, മോതിരം, കമ്മല്, കടുക്കണ്, അരഞ്ഞാണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നാമരൂപങ്ങൾ ധരിച്ച് ഈ സ്വർണം നിൽക്കുമ്പോൾ നമ്മൾ പറയും നാനാത്വമാണ്. മാലയല്ല മോതിരം, മോതിരമല്ല വള, വളയല്ല അരഞ്ഞാണം, ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ് അല്ലേ. അപ്പൊ ഈ നാനാത്വം ഇതിൽ വന്നിരിക്കും. പക്ഷേ ഈ നാനാത്വം വാസ്തവത്തിൽ വിദ്യയാണ്. കാരണം അത് ഏകമായിരിക്കുന്ന സ്വർണം. ഇവർ പറയുന്നു നാനാത്വം അല്പവുമില്ലെന്ന് ശ്രുതിയെ നാനാത്വം വിദ്യയാണെന്ന് വന്നു. ഇതെല്ലാം ആത്മാവാകുന്നു എന്ന ശ്രുതി കൊണ്ട് താനെന്നത് ബാഹ്യാഭ്യന്തര പ്രപഞ്ചത്തെ കാണുന്ന അകമുഖം. അവിവേകത്താൽ പ്രപഞ്ചത്തെ സത്യമെന്നും, സത്യം എന്ന് എവിടെ പറയുന്നു ആത്മാവെന്ന് അർത്ഥം. സത്യം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഒരു പര്യായ ശബ്ദത്തെ. സത്യം വേറെ ഒന്നുമല്ല. മറ്റേതെല്ലാം ഈ പ്രാതിഭാസിക സത്യയും വ്യാവഹാരിക സത്യയും ഇതല്ല. ഇത് ശരിക്കുള്ള സത്യം. സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മം അല്ലേ. സത്യം എന്ന് പറഞ്ഞാൽ എവിടെ വന്നാലും ബ്രഹ്മമായിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ പറയണം നാനാത്വം അല്പമെന്ന ശ്രുതിയാൽ നാനാത്വം വിദ്യയാണെന്ന് വന്നു. ഇതെല്ലാം ആത്മാവാകുന്നു എന്ന ശ്രുതി കൊണ്ട് താനെന്ന് എന്നത് ബാഹ്യാഭ്യന്തര പ്രപഞ്ചത്തെ കാണുന്ന അകമുഖം. അവിവേകത്താൽ പ്രപഞ്ചത്തെ സത്യമെന്നും അതിൽ ദേഹേന്ദ്രിയാദികൾ താനെന്നും പുത്രധാരാദികൾ എന്റേതെന്നും ഇങ്ങനെ ഭേദമായി കാണുന്നത് ബഹിർമുഖം. ഇതാണ് വാസ്തവത്തിൽ അവിവേകത്താൽ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അവിവേകമാണ് ഇതിനകത്ത്, ഈ അജ്ഞാനമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഈ അജ്ഞാനം കൊണ്ട് എന്ത് സംഭവിച്ചു? അവിവേകത്താൽ പ്രപഞ്ചത്തെ സത്യമെന്നു. പ്രപഞ്ചത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഇതിനെയാണ് പ്രപഞ്ചം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരം അടക്കം മനസ്സ്, ബുദ്ധി എല്ലാം ആ പഞ്ചഭൂതമയമായിട്ട് നിൽക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചം ഇത് ഈ കാണപ്പെടുന്നതിനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ലോകം അല്ലെ, അലോക്യത ഈ ലോകം. നമ്മൾ തന്നാൽ അറിയപ്പെടുന്നത് എല്ലാത്തിനും ഈ പ്രപഞ്ചമായിട്ടാണ്. അപ്പൊ പറയുന്നു അവിവേകത്താൽ പ്രപഞ്ചത്തെ സത്യമെന്നും പ്രപഞ്ചം ബ്രഹ്മമായിട്ട് എടുത്തിരിക്കും. സത്യം ബ്രഹ്മം. പ്രപഞ്ചത്തെ സത്യമെന്നും അതിൽ ദേഹേന്ദ്രിയാദികൾ താനെന്നും പുത്രധാരാദികൾ എന്റേതെന്നും ഇങ്ങനെ ഭേദമായി കാണുന്നത് തന്നെയാണ് ബഹിർമുഖം. ഇപ്രകാരമുള്ള ബഹിർമുഖ പാർവയാൽ നശ്വരമായ സ്വർഗാദികളിൽ ആഗ്രഹമുള്ളവരായി ഇരിക്കവേ കർമ്മ പടുകുഴിയിൽ വീഴുന്നതിന് കാരണമായി തീരുന്നു എന്നതാണ്. കർമ്മ പടുകുഴിയിൽ വീഴുന്നതിന് കാരണമാകും. വീണ്ടും 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 പുനരാവർത്തി രഹിതമായിട്ട് അല്ല പുനരാവർത്തി രൂപമായിട്ട് ഇതിൽ ഇങ്ങനെ വരവും പോക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ സംസാര ചക്രം നിൽക്കുന്നത്. മുക്തി എന്ന് പറഞ്ഞാൽ ഇതിന് വിരാമം ഇടുന്ന ഒരു പ്രക്രിയയാണ് മുക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാശ്വത മുക്തനാണ്.
അതിൽ എങ്ങനെയെന്നുള്ളത് അനുഭവിച്ചറിയേണ്ട കാര്യവുമാണ്. വേദങ്ങളൊന്നും അതിനെ ഒന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടില്ല. അതെല്ലാം തൻ്റെ അനുഭവത്തിലൂടെ തെളിയേണ്ട കാര്യങ്ങളാണ്. പലതും വാക്യം കൊണ്ട് പറഞ്ഞാൽ അത് ചുരുങ്ങിപ്പോകും. അതുകൊണ്ടാണ് വാക്യം കൊണ്ട് അത് എത്തൂല എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബഹിർമുഖ പാർവ എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്താണെന്നും, പ്രപഞ്ചത്തെ സത്യമെന്നും അതിൽ ദേഹേന്ദ്രാദികൾ താനെന്നും പുത്രധാരാദികൾ എന്റേതെന്നും ഇങ്ങനെ കാണുന്നത് ബഹിർമുഖം. ഇപ്രകാരമുള്ള ബഹിർമുഖ പാർവയാൽ നശ്വരമായ സ്വർഗാദികളിൽ ആഗ്രഹമുള്ളവരായി ഇരിക്കവേ കർമ്മപ്പെടുകുഴിയിൽ വീഴുന്നതിന് കാരണമായി ഇരിക്കുന്നു. ഇതാണ് ഇപ്പൊ കർമ്മപ്പെടുകുഴി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. ഇതിനെയാണ് കർമ്മപ്പെടുകുഴി എന്ന്. ഇങ്ങനെ 54-ാമത്തെ പദ്യത്തിൽ വരെയാണ്. ചിറந்த നന്മയും തീമയും ஈசனார் ചെയ്യിക്കും செயலன்றோ பிறந்த ஜீவர்கள் ஏன் செய்வார்கள் അവർക്കുമേൽ പിഴ ചൊല്ലും വഴിയേതോ തുറந்த தேசிக மூர்த்தையை என்றிடர் ചുരുതിനൂർ പൊരുൺമാർക്കം മറந்த മൂടറുകൾ വചനിക്കും പ്രാന്തി താൻ കാൺ മൈന്ദനെ അതും കേളാം. ഇത് നമുക്കെല്ലാം ഒരു മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ്. പറയണം, ചിറந்த നന്മയും തീന്മയും എവരും അനുഭവിക്കുന്ന മേന്മയുള്ള നൽവിനെയും താഴ്വുള്ള തീവിനെയും ഈശനാർ ചെവിക്കും ചെയ്യലോ സൂത്രധാരിയായ പോലെ സ്വതന്ത്രനായി ഈശ്വരൻ ജയിക്കുന്ന പ്രവൃത്തിയല്ലയോ. പിറந்த ജീവറുകൾ സൂത്രപാവ പോലെയും സ്വാതന്ത്ര്യഹീനമായും ഈശ്വരനാൽ ജനിപ്പിക്കുന്ന വിധത്തിൽ ജനിച്ച ജീവന്മാർ ഏൻ ചെയ്യുവാർ എന്ത് ചെയ്യാൻ കഴിയും. അവർകൾ മേൽ ആ ജീവന്മാരുടെ മേൽ പിഴ ചൊല്ലും വഴിയേതോ കുറ്റം പറയുന്നത് എന്ത് കാരണത്താലാണ്. തുറന്ന് ദേശികമൂർത്തയെ എങ്കിലും എല്ലാം അരുളി ചെയ്യുന്ന അത്ഭുത മഹിമയുള്ള ഗുരുമൂർത്തയെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചുരുതി നൂൽ പൊരുൺമാർക്കം വേദശാസ്ത്രത്തിനെ മറന്ന മൂടர்கள் മറന്ന അറിവില്ലാത്തവർ വചനിക്കും ഫിരാന്തികാൻ ചൊല്ലുന്ന ഭ്രാന്തി എന്നറിയുക മൈന്ദനെ അത് കേളാൻ മകനെ അതിനെ നീ കേൾക്കുക. നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന നന്മയും തീമയും ഒക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ഈശ്വരൻ ചെയ്യിക്കുന്നതാണെന്നുള്ള നിലയിൽ പറയുന്നത് തെറ്റാണ്. ഇങ്ങനെ പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മറന്ന മൂടറുകൾ വചനിക്കും ഭ്രാന്തി. മറന്നതിന്റെ വേദശാസ്ത്രങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കാതെ അതിനെ മനസ്സിലാക്കാതെ നിൽക്കുന്ന മൂഢന്മാർ പറയുന്ന കാര്യങ്ങളായിട്ടാണ് ഇത് ഇരിക്കുന്നത്. വാസ്തവത്തിൽ ഈശ്വരനല്ല ഒന്നിനും കാരണം. ഈശ്വരൻ ഒന്നിനും കാരണമല്ല. ഭക്തന്മാരുടെ ഇടയിൽ കേട്ടിട്ടില്ല, ഏതോ ഒരു വലിയ ഭക്തൻ അദ്ദേഹം എന്ത് വന്നാലും പറയും, കൃഷ്ണ എനിക്ക് നോന്നു, വേദനിക്കുന്നു. കുട്ടികളാണ് എറിയുന്ന കുട്ടികളാണ്. ഇപ്പൊ പറയും കൃഷ്ണ എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ ഈശ്വരനിലും ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്ന ഒരു രൂപത്തില് ആ ഭാവന എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഭഗവാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുമല്ലോ, അത് ഭാവന വേറെയാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാം ആ ഈശ്വരൻ ഇതിലൊന്നും ചെയ്യുന്നില്ല. ഈശ്വരൻ ഒന്നിനും പ്രേരകനുമല്ല, ഒന്നും ചെയ്യിപ്പിക്കുന്നുമില്ല എന്നാണ് ഈ പദ്യം പറഞ്ഞ് മനസ്സിലാക്കിയത്. ചിറந்த നന്മയും തീമയും ഈശനാർ ചെയ്യിക്കും ചെയ്യലുണ്ട്. പിറந்த ജീവர்கள் ഏൻ ചെയ്വാറുകൾ അവർ മേൽ പിഴ ചൊല്ലും വഴിയേതോ. ഇതാണ് ആ പദ്യം. അപ്പം ജീവന്മാരുടെ കുറ്റമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതെല്ലാം ഈശ്വരന്റെ സൂത്രധാരിയായ ഈശ്വരന്റെ പണിയല്ലേ. സൂത്രപ്പാവ പോലെ ഇരിക്കുന്ന ജീവന് ഇങ്ങനെ ഇരിക്കുന്ന അല്പനായിരിക്കുന്ന ജീവൻ ചെയ്യുന്നത് ആണെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്, യുക്തിയുണ്ടെന്നാണ് ചോദ്യം. ഇത് പറയുന്നു അത് തെറ്റാണ്. തുറന്ന ദേശികമൂർത്തിയെ ചുരുതി നൂൽ പൊരുൺമാർക്കം മറന്ന മൂടങ്ങൾ വചനിക്കും ഭ്രാന്തി കാണും ഇന്ദ്രൻ അത് ഉൾക്കാണ്. തികഴ്ന്ന ഈശ്വരാർ ചിരുട്ടിയും ജീവനാർ ചിരുട്ടിയും വെവ്വേറെ.
ജഗന്തനിൽ പൊതു ഈശനാർ ചിരുട്ടികൾ ചരാചര പൊരുളല്ല. അകന്തയാം അഭിമാനങ്ങൾ, കോപങ്ങൾ, ആശയങ്ങൾ ഇവയെല്ലാം ഇകഴ്ந்த ജീവനാർ ചിരുട്ടികളാകും. കാൺ ഈശനാർ ചേലന്റെ. തികണ്ട ഈശനാർ ചിരുട്ടിയും, അതായത് തികണ്ട ഈശനാർ ചിരുട്ടി ശുദ്ധ ബ്രഹ്മമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈശ്വരന്റെ സൃഷ്ടിയും ജീവനാർ ചിരുട്ടിയും ജീവന്റേതായ സൃഷ്ടിയും വെവ്വേറെ വേറെ വേറെയാകും. അവ എന്താണെന്നാൽ ജഗന്തനിൽ പൊതു, ജഗത്തിൽ ഏവർക്കും പൊതുവായ ഈശ്വരന്റെ സൃഷ്ടികൾ ചരാചര പൊരുളെല്ലാം, ഈ ചരാചരമായിരിക്കുന്ന പ്രപഞ്ചമെല്ലാമാകുന്നു. അകന്തയാം അഭിമാനങ്ങൾ, ദേഹാദികളിൽ ഞാനെന്ന അഹന്തയും, ഇതിനാൽ പുത്ര വിത്താദികളിൽ ഉണ്ടാകുന്ന മമതാഹങ്കാരങ്ങളും, കോപങ്ങളും ആശയങ്ങളും ഇവയെല്ലാം അന്ധക്കരണ കൽപ്പനകളെല്ലാം ഇകഴ്ந்த ജീവനാർ ചിരുട്ടികളാകും. കാൺ ഈശനാർ ചേലന്റെ. ഇതെല്ലാം ജീവസൃഷ്ടികളാകും, ഈശ്വരന്റെ സൃഷ്ടിയല്ല. മായാമയമായ ചരാചര പ്രപഞ്ചം ഈശ്വര സൃഷ്ടി, അന്ധകരണത്തിന്റെ പരിണാമമായ അഹന്ത മുതലായ ജീവസൃഷ്ടി എന്നത് വേദശാസ്ത്ര നിർണയം എന്നറിയില്ല. അതെ, അതുകൊണ്ട് ഈശ്വര സൃഷ്ടിയും ജീവസൃഷ്ടിയും വേർതിരിച്ച് കാണിച്ചിരിക്കുക. ഈശ്വര സൃഷ്ടിന്റെ ജഗന്തനിൽ പൊതുവായിരിക്കുന്ന ചരാചര പൊരുളെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ്. പിന്നെ ജീവന്റെ സൃഷ്ടിയ അഹന്തയാം അഭിമാനങ്ങൾ, കോപങ്ങൾ, ആശയങ്ങൾ ഇതെല്ലാം ഇകഴ്ந்த ജീവനാർ സൃഷ്ടികൾ. കാൺ ഈശ്വരനാർ ചേലന്റെ. ഇവിടെ ദുഃഖം ഉണ്ടാക്കുന്നത് പറഞ്ഞു വരുന്ന ഇതാണ്, ഈ ചരാചര പൊരുളിൽ നിമിത്തമല്ല ഈ ദുഃഖം ഉണ്ടാകുന്നത്. ഇതെല്ലാം ഈശ്വര സൃഷ്ടി ആയതുകൊണ്ട് ഇതെല്ലാം മുക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പ്രശ്നം എങ്ങനെയാണ് ഇത് നമുക്ക് വിരുദ്ധം വരണതെന്ന് ചോദിച്ചാൽ, എന്റേത് ഞാൻ എന്റേത് എന്നുള്ള ഭാവത്തോട് ചേർന്ന് വരുന്ന ഈശ്വര സൃഷ്ടി ജീവസൃഷ്ടിയായി മാറി. ഈ മരം ഇത് ഞാൻ നട്ടതാണ്, ഇത് എന്റേതാണ് എന്ന് പറഞ്ഞാൽ തീർന്നു. അപ്പൊ ആ പൊതുവായിട്ടുള്ള സ്വഭാവം മാറി ആ ഒരു ഇൻഡിവിജ്വൽ അല്ലേ, ആ ഒരു ശുഷ്കത വന്നത്. അതാണ് ഇതിൽ വരുന്ന ജീവസൃഷ്ടികൾ. വാസ്തവത്തിൽ ഈശ്വര സൃഷ്ടിയേ ഉള്ളൂ. ജീവൻ കയറി അത് അനാവശ്യമായ ഒരു സൃഷ്ടി ചെയ്താണ് ഇതിൽ ദുഃഖത്തെ അനുഭവിക്കുന്നത്. നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുന്ന അത്രയോ. ഇതെല്ലാം പൊതുവായിട്ടുള്ള ഈശ്വര സൃഷ്ടികളാണ്. സ്വാമി പറയുന്ന ഉദാഹരണത്തിൽ സ്ത്രീ എന്നുള്ളത് ഈശ്വര സൃഷ്ടിയാണ്. ഒരു ഉദാഹരണം പറയാം. അതിലെ അമ്മ, ഭാര്യ, മകള്, കുഞ്ഞമ്മ ഇതെല്ലാം അതിൽ ജീവസൃഷ്ടി. ഈശ്വരന്റെ പൊതുവായിട്ടുള്ള സൃഷ്ടി സ്ത്രീ എന്നുള്ളതിൽ ഈ പറഞ്ഞ ഒരു ദോഷവുമില്ല. പക്ഷെ അമ്മയായിട്ട് വരുമ്പോൾ, കുഞ്ഞമ്മയായിട്ട് വരുമ്പോൾ, ഭാര്യയായിട്ട് വരുമ്പോൾ ഒക്കെ അതിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരികയാണ്. അതാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ കരുതരുത് അത് എന്ത് അടിസ്ഥാനത്തിൽ ഇതൊരു ഉദാഹരണം പറഞ്ഞത്, വേറൊന്നിനുമല്ല പറഞ്ഞു. ഈ ജീവസൃഷ്ടി എങ്ങനെയാണ് ഇതിലിരിക്കുന്നത്? എന്റെ ഞാനും എന്റേതും കൂടി ചേർന്ന് ഇതിൽ കയറി വന്നാൽ ഇത് ജീവസൃഷ്ടിയാണ്. വാസ്തവത്തിൽ ഇത് ആരുടെ സൃഷ്ടിയാണ്? ഈശ്വര സൃഷ്ടിയാണ്. സർവം ഈശ്വര സൃഷ്ടിയാണ്. സർവം അത് പറഞ്ഞില്ലേ, ഈശാവാസ്യം ഇതം സർവം ഈശ്വരന്റെ സൃഷ്ടിയാണ്. വേറെ ഒത്തി പറഞ്ഞ എല്ലാം ഈശ്വരൻ തന്നെ. ഉപനിഷത്തുകളൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് ജീവന്റെ സൃഷ്ടിയായി മാറിയത്? അങ്ങനെ വന്നതാണ് ദുഃഖകാരണമായി പോയത്. ഈ വ്യവസ്ഥകളൊക്കെ മനുഷ്യരുടെ സൃഷ്ടിയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പോട്ടെ, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. എല്ലാം മനുഷ്യരുടേതാണ്. ഈ ജാതിയും മതവും വർണ്ണവും ഗോത്രവും ഇതെല്ലാം രാഷ്ട്രീയവും ഇതെല്ലാം മുതലെടുപ്പുകാർക്ക് വേണ്ടി അവർ സ്വയം നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷുകാരല്ലേ ഇവിടെ ഭരിച്ചത്. അവരാണ് സത്യത്തിൽ ഇതെല്ലാം ഇതിൽ കുട്ടപ്പോയത്, വളർത്തിയെടുത്തത്. ഇതിനാണ് വിഭജിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളതാണ് ഇവരുടെ മാർഗം. എല്ലാം കൂടെ ഒറ്റ ശക്തിയായി പറ്റില്ല. അതുകൊണ്ട് മാറ്റി 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 അവർ കാണിച്ചു കൊടുത്തു. ഈ മന്ദബുദ്ധികളെല്ലാം വിശ്വസിച്ച് ഇപ്പോഴും അതിൽ കിടക്കും, കൊടുകുഴിയിൽ കിടക്കുകയാണ്. ഇപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കും ആരെങ്കിലും? ഇവിടെ നമ്മൾ എന്തിനാണ് വന്നത്? അർജുനോട് പറഞ്ഞു, അർജുന നമ്മൾ യുദ്ധം ചെയ്യാനാണ് വന്നത്. ഈ കർമ്മഭൂമിയിൽ എന്തിനു വന്നു വെച്ചാൽ യുദ്ധം ചെയ്യാനാണ് വന്നത്. ഏതിനെതിരായിട്ട്? ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കാനുള്ള യുദ്ധം.
തന്നെ ഉള്ളതുപോലെ അറിയാതിരിക്കുന്ന നിലയാണ് അജ്ഞാനം. താൻ ആരാണ്? ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ഒന്നും അല്ല. താൻ ഇതിന് വിലക്ഷണമായ ആത്മാവാണ്. ഇതിനെല്ലാം സാക്ഷിരൂപമായിരിക്കുന്ന ആ ശുദ്ധ ചൈതന്യമാണ്. ഇതിനെയാണ് നമുക്ക് ബോധിപ്പിക്കുന്നത് വേദം, അല്ലേ? അതിന് ബോധിപ്പിച്ചാൽ പോരല്ല, ബോധനം ഉണ്ടാവണ്ടേ? എനിക്ക് ബോധിക്കണ്ടേ? അപ്പൊ ബോധിക്കണ എന്ത് വേണം? അടിസ്ഥാനമായ ചില കാര്യങ്ങളുണ്ട്. അതാണ് ജീവസൃഷ്ടിയായിരിക്കുന്ന ഈ കാര്യങ്ങളാണ് നമുക്ക് ദോഷം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഈ ജീവസൃഷ്ടിയെ ഇല്ലാതാക്കി ആ ഈശ്വര സൃഷ്ടി ആർക്കും ഉപദ്രവകാരിയല്ല കേട്ടോ. ഈ പ്രപഞ്ചം നിരുപദ്രവകാരിയാണ്. ഇത് എല്ലാവർക്കും മുക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഭഗവാന്റെ ഉദ്ദേശം അങ്ങനെ ഒരു പദാർത്ഥത്തെ സൃഷ്ടിച്ച അതിനെ നോക്കി എന്റെന്ന് പറയാനല്ല, അതിനെ കാണുന്ന ആളാരാണെന്ന് നോക്കി തന്റെ ഉള്ളിലേക്ക് അന്തർമുഖ ദൃഷ്ടിയിൽ വന്നിട്ട് തന്നെ അറിയാറ്. കാണുന്നെങ്കിൽ കാണുന്നവരാര് എന്നൊരു ചോദ്യം ഇതിലില്ലേ? അതിനല്ല നമ്മൾ നോക്കുന്നത്, അത് എന്തെന്ന് പറയാനാണ് നോക്കുന്നത്. അവിടെ ഇപ്പൊ ജീവസൃഷ്ടി വന്നിട്ട് തകരാറുകളായി, എല്ലാം എന്തോ പറയും, വലിയ വലിയ കുടുക്കുകളിലേക്ക് പോയി. കർമ്മ പടുകുഴിയിൽ വീഴുന്ന അഴുവാർ പരഗതിയടയാറ്. കർമ്മക്കുഴിയിൽ അത് സംബന്ധിച്ചുള്ള അത് പറഞ്ഞു വരുമ്പോ ഇതെന്റെ അപ്പൂപ്പനാണ് നട്ടതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെതാണത്. കർമ്മക്കുഴികൾ നോക്കണം, എന്തെല്ലാം വരുമെന്ന് ഒരിടത്ത് ഒതുങ്ങും. ഇതാണ് ഈ ജീവസൃഷ്ടിയാണ് പോലും ഈ മുക്തിയെ ഹനിച്ചിരിക്കുക. അതിന്റെ കാരണം അവിവേകം. ഇതിന്റെ കാര്യത്തിൽ ഒരു വിവരവും ഇല്ല. ഇനി ശ്രുതിയോ ശാസ്ത്രങ്ങളൊക്കെ അറിയാൻ കഴിവുള്ളവരാണെങ്കിൽ പോലും ഇവർ പറയുന്നത് സമർത്ഥരും ഈ കാര്യം അറിയുന്നില്ല. നല്ല വേർതിരിച്ചറിയാൻ കഴിയുന്ന സമർത്ഥന്മാർ പോലും ഈ കാര്യത്തെ അറിയുന്നില്ല. അവർ വീണ്ടും കർമ്മപ്പടുകുഴിയിൽ വീഴുന്ന അഴുതുകൊണ്ടേയിരിക്കുക. പരഗതി അടയാതെ വാസ്തവത്തിൽ നമ്മളെല്ലാവരും ആ പരഗതി അടയുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നിൽക്കുന്നവരാണ്. മുക്തി, പരഗതിയുടെ മുക്തി, ആ മുക്തി അടയാനുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി വന്നിരിക്കുന്നവരാണ് നമ്മളെല്ലാം. ഇതാണ് ഇത് മനസ്സിലാക്കി വിടുക. നമ്മുടെ ടോൾസ്റ്റോയുടെ ത്രീ ട്രൂത്ത്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. 3 സത്യങ്ങൾ. ആ കഥ കേട്ടിട്ടുണ്ടോ സുരേഷ്? കേട്ടിട്ടുണ്ട്. ഈ 3 ട്രൂത്ത്സ് ഒരാൾ അറിഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞു നിൽക്കും. ഒരിക്കൽ ഒരു ദേവദൂതനെ ഒരാളുടെ ജീവൻ എടുക്കാൻ വിട്ടു. അതൊരു സ്ത്രീയായിരുന്നു. അവർ പ്രസവിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ദേവദൂതൻ വന്ന് കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്ത്രീ, പ്രസവിക്കാൻ പോകുന്ന സ്ത്രീ, അവരെ ജീവനെടുത്താൽ ഈ കുട്ടിയെ പിന്നെ ആര് നോക്കുമെന്നുള്ള ഒരു ചിന്ത അയാൾക്കുണ്ടായി. അങ്ങനെ അദ്ദേഹം കുറെ നേരം നിന്ന് ആലോചിച്ചിട്ട് തിരിച്ചുപോയി. തിരിച്ചു പോയ വാക്കിനെ തന്നെ വേറൊരു ദേവദൂതനെ വിട്ട് ഈ സ്ത്രീയുടെ ജീവൻ അപകരിച്ചു. കാരണം അത് വിധിയല്ലേ. ഇതിന് മറ്റേ ആളുകൾ പറഞ്ഞു, നിനക്കിതിനെപ്പറ്റി മനസ്സിലായിട്ടില്ല, നീ 3 രഹസ്യം, പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ 3 പോയി പഠിച്ചിട്ട് വന്നാൽ മതി. അങ്ങനെ ആ തിരിച്ച് എടുക്കാതെ പോയില്ല, അയാൾ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുക. അയാൾ വന്ന് വീണു, പിറന്ന് കിടക്കുന്നത് ഒരു ഐസ് മലയിലാണ്. അപ്പോഴാണ് അങ്ങനെ കിടക്കണം, മല നനച്ച് കിടക്കുകയാണ്. കാരണം ഇനി 3 കാര്യം അറിഞ്ഞിട്ട് നീ അങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു. ഇയാൾ വന്ന് അങ്ങനെ കിടന്ന് കുറെ കഴിഞ്ഞപ്പോൾ കാണാം അവിടെ ഈ ഒരു ചെരുപ്പൂത്തി അവരിങ്ങനെ അതുവഴി നടന്ന് ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് നടക്കുന്നവരാണ്. അവർ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ശവം കിടക്കും പോലെ അവർക്ക് തോന്നി. അടുത്ത് വന്ന് നോക്കിയപ്പോൾ ചെറിയ ശ്വാസം. എന്തായാലും അയാൾക്ക് എഴുച്ചിരുത്തി ചോദിച്ചു, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഒന്നിനും മറുപടിയില്ല. എന്തായാലും ഇയാൾക്ക് ശ്വാസം ഉള്ളത് കൊണ്ട് ഇയാളെ രക്ഷപ്പെടുത്തണം എന്നുള്ള വിചാരത്തിൽ ഇയാൾ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം അവർ പറഞ്ഞു, നമ്മൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നു, പിന്നെ ഒരാളിനെ കൂടെ കൊണ്ടുവന്നാൽ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു സന്ദേഹം ഉണ്ടായി. എന്തായാലും ഇന്ന് രാത്രി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പറഞ്ഞു വിടാമെന്നുള്ള ഉറപ്പോടുകൂടി അയാൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രി ഇവരെത്രന്തോ ആഹാരം കൊടുക്കാനായിട്ട് ഈ സ്ത്രീ പോയി അയാൾ നിർത്തി.
അപ്പം അയാളുടെ പ്രത്യേകത വേറെ ഒന്നുമില്ല, ആരോടൊന്നും മിണ്ടില്ല, വീഴ്ച നോക്കും, എല്ലാവരും വീഴ്ച നോക്കും. പക്ഷെ ഈ സ്ത്രീയെ കണ്ടപ്പോൾ ഇങ്ങനെ വീഴ്ച നോക്കും, എന്തോ കൊടുത്തപ്പോൾ വാങ്ങിച്ചു കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഈ സ്ത്രീക്ക് അവരാണല്ലോ പറഞ്ഞു വിടണമെന്നുള്ള അവർക്കൊരു പെട്ടെന്നൊരു അനുഭവം, ഒരു സ്നേഹം ഉണ്ടായി. അപ്പോൾ നേരെ ഇയാളെടുത്തോന്ന് പറഞ്ഞ് പാവം ഇയാളെ അയാളെ കൊണ്ടപ്പോൾ എനിക്ക് സ്നേഹം തോന്നിപ്പോയി. ഇതൊരു നമ്മുടെ എല്ലാവരുടെയും പ്രകൃതമാണ്, മനസ്സലിയുക, മനസ്സൂരുക, ഇതൊക്കെ ഇതിനെല്ലാം നമ്മൾ കണ്ടന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം. ഇത് സ്വാഭാവികമാണ് എല്ലാവർക്കും. ഇയാൾ കണ്ടുടനെ ആ സ്ത്രീക്ക് അതുണ്ടായി. ഉടനെ ഒരു മറ്റേ തോന്നു പറഞ്ഞ് കുഴപ്പമില്ല, അതേപോലെ മുന്നോട്ട്. എന്നിട്ട് അങ്ങനെ വെറുതെ നിൽക്കാനും പറ്റില്ലല്ലോ. അപ്പം പുള്ളി വിചാരിച്ചെന്ന് എൻ്റെ ചെരുപ്പിൻ്റെ വർക്ക് പഠിപ്പിക്കാൻ വിചാരിച്ചു. അങ്ങനെ പഠിപ്പിച്ചപ്പോൾ നല്ല ഗ്രാൻഡായിട്ട് പഠിച്ചു. ഗുരു പറഞ്ഞതിനെക്കാട്ടിൽ ഗംഭീരമായിട്ട് ചെയ്യാൻ ശിഷ്യം തരും. അപ്പോൾ കാരണം വളരെ ദൂരം നിന്നൊക്കെ ധാരാളം ഓർഡറുകൾ വരാറ് ഈ ചെരുപ്പുണ്ടാക്കുന്നത്. ഇതുപോലെ പൈസയും ഒന്ന് കയറും. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഒരിക്കൽ ഒരു കുതിരപ്പുറത്ത് ഒരാളവിടെ അയാള് ഒരു തോല്, വിശിഷ്ടമായൊരു തോലാണ്, ഏതോ ഒരു മൃഗത്തിൻ്റെ തോലായി കിട്ടി. അയാൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എനിക്ക് നല്ല രണ്ട് ഷൂ ചെയ്ത് തരാം. പക്ഷെ അത് വേറെ ആരുമല്ല, അവിടുത്തെ ആ രാജാവായി കുതിരപ്പുറത്ത് വന്നു ഇവരുടെ പ്രസിദ്ധി മനസ്സിലാക്കി അവിടെ വന്ന് കൊടുത്തിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അപ്പം ഷൂ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇയാൾ മറ്റേ ഈ മിഖേൽ എന്നാണ് അയാളുടെ പേര്, മറ്റേ ആളുടെ മിഖേൽ പറഞ്ഞു ഇതുപോലെ ചെയ്യണം, പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അയാൾ കൂട്ടാക്കിയില്ല. അയാൾ 2 സ്ലിപ്പർ ഉണ്ടാക്കി. ഒടുവില് ഈ സ്ലിപ്പർ ഉണ്ടാക്കി വെച്ചു. അത് രാജാവല്ലേ, അവിടെ കുന്നുകളയില് ഇതിന് തോലിന് തീ ചീത്തയാക്കളത്തിനൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞൊക്കെ കുറെ കഴിഞ്ഞപ്പോൾ അവിടെ കുതിരപ്പുറത്ത് ഒരാൾ വന്നു. അയാൾ പറഞ്ഞ് രാജാവ് മരിച്ചുപോയി, നിങ്ങൾ 2 സ്ലിപ്പർ ചെയ്തതാണ്. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായി എന്തോ ദിവ്യത്വമുള്ള ആളാണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ 3 ട്രൂത്ത് ഇയാൾക്ക് റിവീലായി. ആദ്യത്തെ ട്രൂത്ത് എന്താണ്? കൃഷ്ണൻ മാൻ ലിവ് ബൈ ലവ്. കാരണം പെട്ടെന്ന് ആ സ്ത്രീക്ക് ഇവരോട് ഒരു സ്നേഹം തോന്നും. അങ്ങനെ ആദ്യത്തെ ട്രൂ എന്ന് പറയുന്ന മാൻ ലിവ് ബൈ ലവ്. രണ്ടാമത്തെ ട്രൂത്ത് അതെന്തിനാണ്? അതായത് മാൻ ഡസ് നോട്ട് നോ വാട്ട് ഹി വാണ്ട്സ്. രാജാവ് വന്ന് പറഞ്ഞ് 2 ഷൂ ഉണ്ടാക്കാനാണ്, പക്ഷെ ഇയാൾ 2 സ്ലിപ്പർ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് കിട്ടിയ ഒരു ട്രൂത്താണ്, അതായത് മാൻ ഡസ് നോട്ട് നോ വാട്ട് ഹി വാണ്ട്സ്. അങ്ങനെ ഇരുന്ന് കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ത്രീ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട്, 2 കുട്ടികളുണ്ടോ, കൊണ്ടുവന്നിട്ട് എന്തോ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവദൂതന് പെട്ടെന്ന് മനസ്സിലായി ഇതാണ് ഞാനന്ന് ജീവനെടുക്കാൻ വന്ന ആ തള്ളയുടെ മകൾ മനസ്സിലായി. ചോദിച്ചു, ഇവരെന്നെ ചോദിച്ചു, ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്? അത് എൻ്റെ സഹോദരിയായിരുന്നു അവള് മരിച്ചുപോയപ്പോൾ ഈ കുട്ടികളെ ഞാൻ ഏറ്റു. ഇവർ വലിയ പണക്കാരാണ്, അപ്പോൾ അവർ മരിച്ചുപോയി, അപ്പോൾ ഇവരെന്നെ ഏറ്റു. അതിൽ നിന്നൊരു വലിയ കാര്യം മനസ്സിലായി, മാൻ ലിവ് ബൈ ഗോഡ്. ദൈവത്തിനാൽ എല്ലാവരും. ഇപ്പൊ ഈ 3 ട്രൂത്ത് അറിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ മുക്തിപഥത്തിന് അല്ലെങ്കിൽ അവിടെ അധികാരമുണ്ട് അങ്ങോട്ട് ചെല്ലാൻ എന്ന് പറയുന്നത് പോലെ 3 ട്രൂത്ത് അല്ലേ കാണുന്നത്, മനസ്സിലായോ? അതായത് ഒന്ന് വന്നിട്ട് മാൻ ലിവ് ബൈ ലവ്, രണ്ടാമത്തത് മാൻ ഡസ് നോട്ട് നോ വാട്ട് ഹി വാണ്ട്, മൂന്നാമത്തത് മാൻ ലിവ് ബൈ ഗോഡ്. ഈശ്വരനാൽ എല്ലാവരും സംരക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ നടത്തപ്പെടുന്നു, എന്തുകൊണ്ടാവാം. അപ്പൊ ഈ രൂപത്തില് ഈ ട്രൂത്ത് ഇതുപോലെയാണ് ആ വിവേകം. അതിൽ ആ ദേവദൂതന് പോലും ആ വിവേകം ആബ്സെന്റ് ആയതാണ് കാരണം. ആ ജീവനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് വിട്ടപ്പോ ഇയാൾക്ക് തോന്നി പെട്ടെന്ന് അയ്യോ ഈ തള്ള മരിച്ചാൽ ഈ കുട്ടിയുടെ ഗതി എന്താവും. അതൊരു വിഷയമേ അല്ല. ഇതാ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ വിവേകം പൂർണ്ണമായാൽ
ജ്ഞാനം എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നതല്ല, നമ്മുടെ ആത്മസ്വരൂപമായിട്ട് തട്ടാനായിട്ടിരിക്കുകയാണത്. അത് പക്ഷെ എങ്ങനെ ഇരിക്കുന്നു? ആവരണം ചെയ്തിരിക്കുകയാണ്. ഈ ആവരണത്തെയാണ് മാറ്റുന്നത്. ആവരണം ഈ ജീവത്വം തന്നെ. ഇതാർക്കാണോ ആ പുണ്യശാലിയായ ഒരു പുരുഷൻ, പുണ്യശാലിയായിരിക്കും. കാരണം അനന്ത ജന്മങ്ങളിൽ ചെയ്ത നിഷ്കാമ കർമ്മം, പുണ്യം ആണ് ഇയാൾക്ക് ഇതിൻ്റെ ഈ തിരശ്ശീല മാറ്റി കൊടുക്കുന്നത്. അതോടുകൂടിയാണ് അയാൾക്ക് ഇതിൽ പ്രവൃത്തി ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിന് വരുന്നത്. പക്ഷെ സാധാരണക്കാരാണെങ്കിലും ഇതിനെ ഇങ്ങനെ നിത്യവും ഇതിനെപ്പറ്റി, അതായത് തത്വചിന്ത ഈ രൂപത്തിൽ പോയിക്കൊണ്ടിരുന്നാൽ, അപ്പം ഈശ്വരൻ ജയിക്കുന്ന செயലായിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയല്ല. ഇതെല്ലാം ജീവചെയലുകളാണ്, ജീവന്റെ സൃഷ്ടികളാണ്, ജീവനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കുന്നത്. ഈശ്വര സൃഷ്ടി നിരുപദ്രവകാരിയാണെന്നും അതാർക്കും ദോഷം ചെയ്യുന്നില്ലെന്നും മനസ്സിലാക്കും. അപ്പോൾ പൊതുവായ സൃഷ്ടി ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല. പിന്നെ അത് എൻ്റെത് ഞാനെന്നുള്ള ഭാവത്തിൽ ഇതിനെ കൊണ്ടുവന്ന് ആ മമതാഭിമാനങ്ങൾ, ഇതിനെയാണ് മമതാഭിമാനങ്ങൾ, ഇതിനെ കലർത്തി ഇതിനെ കാണുന്നത് കൊണ്ട് ഇത് ജീവസൃഷ്ടിയായി പോയതാണ്. അപ്പോഴും ഇത് ഈശ്വര സൃഷ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഞാനിത് ഇതിന് നമുക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന വൃത്തികളെ കൊണ്ടുണ്ടാകുന്ന വ്യവഹാരമല്ലേ. മനസ്സിനെ വ്യവഹരിപ്പിച്ചിരിക്കുന്നു, മനസ്സിനെ ചലിപ്പിച്ചിരിക്കുന്നു. ആ നിശ്ചലമായി ഇരിക്കുന്ന ആ മനസ്സിലെ നിർമ്മലമായ ഒരാത്മാവിൽ കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലടോ, കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലടോ. ഇങ്ങനെ എല്ലാത്തിനും ഇതിനെ തന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു. പക്ഷെ ആരും നമ്മൾ അങ്ങോട്ട് കടന്ന് ചിന്തിക്കില്ല. ലക്ഷ്മണോപദേശം അങ്ങനെ നിർമ്മലമാക്കി, മനസ്സിനെ നിർമ്മലമാക്കിയാൽ മാത്രം മതി. ഇത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ശങ്കരഭഗവത്പാദർ വന്ന് പറഞ്ഞ് ഇത് ഏകമായിരിക്കുന്ന ആ ഒന്നാണ്. ഇതിനെ നമ്മൾ നാനാത്വമായി കാണുന്ന രൂപത്തിൽ ഇത് ദ്വൈതമായി പോയത്. അദ്വൈതമായി ഇതിനെ ദർശിച്ചാൽ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ആ കാരണത്തെ അറിഞ്ഞാൽ, അതാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ കാരണത്തിനെയാണ് പറയുന്നത്, കാരണത്തെയാണ് ജ്ഞാനമായിട്ട് പറയുന്നത്. കാര്യകാരണ രൂപത്തിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. കാരണം മണ്ണ്, കാര്യം കറച്ചിട്ട് ഗോടം, പൂജ, പിന്നെ അങ്ങനെ തുടങ്ങി കുറെ ഇല്ലേ, അത് കാര്യങ്ങൾ. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം കാരണത്തെ വിട്ടല്ല ഇരിക്കുന്നത്. കാരണം തന്നെയാണ് ഇതിന്റെ ഏത് ഭാഗം പരിശോധിച്ചാലും, അല്ലെ? അങ്ങനെ ഇരിക്കുക. ഇതിന് എന്തൊരു കാര്യങ്ങളായിട്ട് വേറെ ആയിട്ട് കാണണം? ആ കാരണമായ മണ്ണായിട്ട് കണ്ടൂടെ? അതാണ് ജ്ഞാനം. ആ ജ്ഞാനമായിട്ട് ഇരിക്കുന്നത് കാരണത്തെ. ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഗതമിട്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ കൃപാവലികൾ വരേണമിക എങ്കലിക നാരായണായ നമഃ. ഇത് എല്ലാവർക്കും പറയാൻ ഒന്നേ ഉള്ളൂ. രണ്ടെന്ന് കണ്ടു, അതാണ് ദ്വൈതം. ഈ ദ്വൈതം എങ്ങനെ വന്നു? അതാണ് ജീവസൃഷ്ടി. ഇതെല്ലാം ഏകമായിരിക്കുന്ന ആ ഈശ്വരൻ നിന്ന് കാണണം. അങ്ങനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ അത് അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കണം. അങ്ങനെ കാണാനുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ പോലും ഉറപ്പിക്കണം. ഉറപ്പിച്ച് വരുമ്പോൾ ഇതിൽ മനസ്സ് വ്യവഹരിക്കാതെ ഇത് ശാന്തമായി, ഇതിലും ശാന്തമായി, അതാണ് ബഹിർമുഖവും ശാന്തം, ബഹിർമുഖം അന്തർമുഖമായി. അങ്ങനെ ഒരു നില, അല്ലെങ്കിൽ ഉറങ്ങിപ്പോകാൻ ചെയ്യാം. അതേ രണ്ട് ഒരു വലിയ സാധനം നമുക്ക് കിടക്കുകയാണ്. അതാണ് കാരണശരീരം എന്ന് പറഞ്ഞാൽ ഈ ഉറക്കം തന്നെയാണ്. ഇവിടെ നിന്നാണ് ഈശ്വരൻ ഈ ജീവന്മാരെ ഉണർത്തി വിട്ടിരിക്കുന്നു. എങ്ങനെ? ഈ തനുകരണങ്ങൾ കൊടുത്ത് ഉണർത്തി വിട്ടിരിക്കുന്നത്. അതാണ് ഈശ്വരന്റെ തനുകരണങ്ങളായാണ് ഈ ലോകം, പ്രപഞ്ചം എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ്. അതിൽ പിന്നെ ഏകമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണമായിരിക്കുന്നത്. അതിനെ അറിയാതെ അത് വേറെ വേറെ ആണെന്നുള്ള രൂപത്തിൽ നമ്മൾ എങ്ങനെയോ കൽപ്പന ചെയ്ത് മനസ്സിനെ ഇളക്കി. ഈ വികാരം എന്ന് പറഞ്ഞാൽ ഇളകുന്നതിനെയാണ് വികാരം എന്ന് പറയുന്നത്. രാഗം, ദ്വേഷം, കാമം, ക്രോധം, ഇതെല്ലാം വികാരങ്ങൾ. ഇതെന്താണ് ചെയ്തത്? ഇതിനെ ശാന്തമാക്കുന്നതിന് പകരം മനസ്സിനെ വിജൃംഭിച്ചിരിക്കുകയാണ്, മനസ്സിനെ ക്ഷോഭിപ്പിച്ചിരിക്കുകയാണ്. ഈ ക്ഷോഭമാണ്
ആവരണമായിരിക്കുന്നു വിക്ഷുപ്തി. അതുകൊണ്ട് ഇതിനെ മറികടക്കണമെങ്കിൽ എന്താണ്? വിവേകത്തോടു കൂടി ഇതിനെ വീണ്ടും നിന്നെ പണ്ടേ കണക്ക് വരുവാനെന്ന് പറഞ്ഞാലോ, അങ്ങനെ പണ്ടേ കണക്ക് വന്നാൽ മാത്രം മതി. അതിന് എന്ത് വേണം? ആ ഭഗവാന്റെ കൃപയും കൂടെ വേണം. വയ്യനേനുള്ള നിന്നനന്ദ ജന്മങ്ങളാണ്ട മെയ്യനെ ഉപദേശിക്ക വെളിവന്ന കൃപയെ കൊത്തി ഉയവേ മുക്തി നൽകുന്നവിനായി ചെയ്യുമാരും കാണേ തിരുവടി പോറ്റി പോറ്റി.